Hi all, welcome to Trips and Treats. ഇന്ന് ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഈ പുഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നും ആവശ്യമില്ല. നമ്മൾ ഇതിൽ വെറും പ്രലൈൻ മാത്രമേ ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ. അതായത് കാരമലൈസ്ഡ് നട്ട്സ് മാത്രമേ നമുക്കിതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് പുഡിങ് ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാർക്ക് പോലും ഇത് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പി ഇങ്ങനെ നോക്കിയാലോ. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം ലഭിക്കും. നമ്മൾ ആദ്യം പ്രലൈനാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു സോസ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി അതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കാരമലൈസ് ചെയ്തെടുക്കാം. അപ്പോൾ പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാൻ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അങ്ങനെ പഞ്ചസാര കാരമലൈസായി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബദാമും കാഷ്യൂ നട്ട്സും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ചൂടോടെ തന്നെ ഒരു ബട്ടർ പേപ്പറിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. ഒന്ന് പരത്തി ഇട്ട് കൊടുക്കാം. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും അത് കട്ടായിട്ടുണ്ടാവും. ഇപ്പോൾ ചൂടൊക്കെ മാറി ഇതുപോലെ ഇങ്ങനെ കട്ടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊന്ന് സിപ്ലോക്ക് ബാഗിലോട്ട് മാറ്റുകയാണ്. ഇനി നമുക്ക് സിപ്ലോക്ക് ബാഗ് ഒന്ന് സീൽ ചെയ്തിട്ട് ചപ്പാത്തിക്കെല്ലാം പരത്തുന്ന നമ്മുടെ റോൾ പിൻ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ചതച്ചതുപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കാം. വേണമെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. അങ്ങനെ ചെയ്യുമ്പോൾ ഫൈൻ പൗഡർ ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ജസ്റ്റ് നമുക്കിതൊന്ന് ചെറുതായിട്ട് കടിക്കുന്ന രൂപത്തിലായിരിക്കണം ഇത് കിട്ടേണ്ടത്. അപ്പോൾ അതാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ പ്രലൈൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം ഒന്ന് വിപ്പ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. കുറച്ചൊന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിവിടെ 1/2 ടിൻ കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കണ്ടൻസ് മിൽക്ക് ഇല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഒന്നും കൂടെ നമുക്കിതൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ വിപ്പിംഗ് ക്രീമും വിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്ന പണിയേ ഉള്ളൂ. ഇവിടെ ഞാനൊരു പുഡിംഗ് ട്രേ എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്രെഡ് ഇതുപോലെ സ്ക്വയർ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പുഡിംഗ് ട്രേയിൽ ബ്രെഡ് ഇതുപോലെ നമുക്ക് ഫസ്റ്റ് ലെയറായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡിൻ്റെ മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ വിപ്പിംഗ് ക്രീം ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് നല്ല പഴുത്ത മാങ്ങയാണ് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അത് ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സ് ഇടുന്ന താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ പ്രലൈൻസ് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ അതും വേണ്ടെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് പിന്നെയും 3rd ലെയറായിട്ട് ബ്രെഡിൻ്റെ പീസസ് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ വീണ്ടും ബ്രെഡിൻ്റെ പീസസ് തന്നെ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ ഫുള്ളായിട്ട് ബ്രെഡ് വെച്ച് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീണ്ടും നേരത്തെ ചെയ്തതുപോലെ തന്നെ പിന്നെയും മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമും കൂടെ ചേർത്ത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ പുഡിംഗ് ഫുള്ളായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിംഗ് ആയിട്ട് പ്രലൈൻസ് ചേർത്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ എൻ്റെ ഒരു രീതിയിൽ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ആഡ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നട്ട്സ് ആണോ ഇഷ്ടമെന്ന് വെച്ചാൽ അപ്പോൾ ഏത് രീതിക്ക് വേണമെങ്കിലും നിങ്ങൾക്കിത് സെറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ സിമ്പിൾ പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ട്രൈ ചെയ്ത് നോക്കി റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thanks for watching. All take care and bye-bye.